ചേച്ചി കൂടുതൽ എനിക്കൊന്ന് അമ്പിളിച്ചേട്ടൻ്റെ കൂടെ ആയിരുന്നു കൂടുതലും ക്യാരക്ടേഴ്സ്. ലാസ്റ്റ് പറുദീസ എന്ന് പറഞ്ഞ പടം ചെയ്തിട്ട് ചേട്ടൻ പോകുമ്പം അന്ന് ഞാൻ ചേട്ടൻ്റെ ഭാര്യയായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ ചേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാര്യങ്ങളൊക്കെ ഉപദേശിച്ച് ഞാൻ അത് അവിടെ പോയി പറയണം. എന്നിട്ട് അങ്ങനെ ഒരു കഥാപാത്രം എന്നോട് പറഞ്ഞു നിനക്ക് കോമഡി ചെയ്തുകൂടെ? അപ്പം ഞാൻ അത് പറ്റും കേട്ടോ, എനിക്ക് നിനക്ക് എന്താ നീ ഇവിടെ കാണിക്കണൊക്കെ അവിടെ കാണിച്ചാൽ മതി, അപ്പോൾ ഒരു കോമഡി ആയിക്കോളൂ. ഞാൻ പറഞ്ഞു എന്താ ചേട്ടാ നമുക്ക് അടുത്ത പടത്തിൽ നോക്കാം എന്നൊക്കെ പറഞ്ഞ് പോയപ്പോൾ സത്യം എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അറിഞ്ഞത് ചേട്ടന് മേലാതായത്. ഓ ശരിക്കും ചേട്ടൻ്റെ അസാന്നിധ്യം ഭയങ്കര ഒരു എന്താ പറയാ, അതിനൊരു വാക്കുകൾ പോലും ഇല്ല. ഞാൻ കുറേ ഒത്തിരി പടങ്ങൾ ചെയ്തു, ഒത്തിരി അടുത്തടുത്തടുത്ത് തന്നെ കുറേ പടം ചെയ്യും. അപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചു, ചേട്ടാ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ എല്ലാ പടത്തിലും ഒരുപോലെ ചെയ്യുമ്പം ഭാര്യ ഭർത്താവുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കില്ലേ? അത് നീ വേറെ ആരുടെയെങ്കിലും കൂടെ അഭിനയിച്ചാൽ ബോറടിക്കും, ഇതിപ്പോൾ എൻ്റെ കൂടെ അല്ല, അപ്പം ഞാൻ മാറ്റി മാറ്റി ചെയ്യുന്നുണ്ട്. നീ എപ്പോഴും ഒരേ രൂപമാണ്, പക്ഷെ ഞാൻ മാറ്റി മാറ്റി ചെയ്യും. പക്ഷേ ചേച്ചി ആ പറഞ്ഞത് ഒരു 101% ശരിയാണ്. അതുമല്ല അപ്പം ഉണ്ടാക്കല്ലേ ഡയലോഗ്, ഞാനിങ്ങനെ നോക്കി നിൽക്കും, എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്ന എനിക്കറിയാം. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും, ഓരോന്നും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആ സൊലയെന്ന് പറഞ്ഞ് വർക്ക് ചെയ്യുമ്പോൾ ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നൊരു സീനാണ്. ഞാൻ ചേട്ടാ വല്ലതും ചെയ്യുമോ എനിക്കറിയില്ല, ഞാൻ അപ്പം എന്തെങ്കിലും ചെയ്താൽ പ്രതികരിച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുന്നു. പോകുന്ന പോക്കിൽ എന്നെ ഒരൊറ്റ ഇടി ഇവിടെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു എന്തു കാണിക്കുന്നത്, ഇവിടെ ഇടിക്കാൻ പണിക്ക് വേദനിച്ചിട്ട് വരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ എന്നാ നീ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സ്വഭാവം അറിയുന്നു. പക്ഷെ അങ്ങനെ നമ്മളെ നല്ലതും പറഞ്ഞു തരും. അതെ ചേച്ചി, ഇപ്പം ഇത്രയും ക്യാരക്ടേഴ്സ് ചേച്ചി ചെയ്താൽ ചേച്ചിക്ക് ഒരുപാട് പ്രതീക്ഷ തോന്നിയ ഏതെങ്കിലും നല്ലൊരു ബ്രേക്ക് ഇപ്പം കിട്ടും? ഇപ്പം വിശ്വമാധവനിൽ ബ്രേക്ക് കിട്ടി, ചിലപ്പം അതേപോലെ പ്രതീക്ഷ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സിനിമ പുറത്തിറങ്ങാതെ പോയിട്ടോ? പുറത്തിറങ്ങാതെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കോമഡി പോലൊരു പടം ചെയ്തിരുന്നു, നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് സാറിൻ്റെ ഏട്ടൻ്റെ ഒരു പടം. അപ്പം അതൊരു വേറൊരു കഥാപാത്രമായിരുന്നു. കാരണം ഒരു സിനിമ നടിയാക്കാൻ മോളെയും കൊണ്ട് നടക്കുന്ന ഒരു അമ്മയുടെ, അപ്പം നമ്മളുടെ വേഷമൊക്കെ മാറി വേറൊരു രൂപം, ഗ്ലാസ് ഒക്കെ കണ്ണിന്. അപ്പം എനിക്ക് ഇതൊന്ന് ഇറങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരു നമ്മുടെ കൽപ്പനയൊക്കെ ചെയ്ത കൂടെ ഒത്തിരി, പക്ഷെ അത് പടം ഇറങ്ങിയിട്ടില്ല. പിന്നെ കുറേ കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ഒരു അച്ഛൻ സിസ്റ്റർ അങ്ങനത്തെ കിട്ടിയിട്ടുണ്ട്. പറുദീസ അമ്മ പരദേശി ചെയ്യുമ്പം ലാൽ അമ്മയായിട്ട് ചെയ്യുന്നത് അത് ഒരു മുസ്ലിം ക്യാരക്ടറായിരുന്നു. ഒത്തിരി ഏജിൽ 2 ഇത് ചെയ്തു, 35 വയസ്സും പിന്നെ 58, ലാലിന് 58 വയസ്സാകുമ്പോഴുള്ള അമ്മയായിട്ടുള്ള ക്യാരക്ടറും ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ കുറേ കഥാപാത്രം. ശരിയാ, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ശരിക്കും നമ്മൾ പല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത് അല്ലേ? അതുപോലെ കസ്തൂരിമാൻ, മീര ജാസ്മിൻ്റെ അമ്മ എനിക്ക് ഒരിക്കലും മറക്കാൻ വയ്യ. നല്ല കഥാപാത്രം, നമുക്ക് ഉള്ളിൽ തട്ടി നമ്മൾ ചെയ്ത ഒരു ഇതായിരുന്നു. ശരിയാ ചേച്ചി, ഡാൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യും ഇപ്പോഴും? ഡാൻസ് ഇപ്പോഴും ഇഷ്ടമുള്ള. ആണോ? ഏതാ ഭരതനാട്യം? ആദ്യമൊക്കെ അതായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ എന്താണെങ്കിലും നമുക്ക് പിള്ളേരെ കളിക്കും, നമുക്ക് കൂടെ ട്രഡീഷണൽ ആയിട്ട് ഭരതനാട്യം മോനായിട്ടൊന്നും ചോദിക്കല്ലേ, ഡാൻസ് എന്നാ പാട്ടിട്ടാലും ചേച്ചി ഡാൻസ് ചെയ്യും ആണോ ചേച്ചി? അങ്ങനെയല്ല, അത് ഷോസ് പോകുന്നുണ്ടല്ലോ, സ്റ്റേജ് ഷോ. അപ്പോൾ അവരുടെ കൂടെ പോകുമ്പോൾ കുട്ടികളായിട്ട്, അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവരുടെ കൂടെ നിന്ന് ഞാൻ പിള്ളേരുടെ കൂടെ തന്നെയാണ് എപ്പോഴും. ഇപ്പോൾ സെറ്റിലാണെങ്കിലും കൂടുതൽ വർത്താനം പറയുന്നത് കുട്ടികളായിട്ടായിരിക്കും. അവരുടെ കൂടെ എനിക്ക് അവരുടെ കൂടെ വർത്താനം പറയുമ്പോൾ നമുക്ക് ഒന്നുമില്ല, തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പോരും. അത്ര. അപ്പോൾ ചേച്ചി പാട്ട് പാടുമോ? അയ്യോ, അതും പാട്ടിനെ കുറിച്ച് വെച്ചാൽ എനിക്ക് ഞെട്ടിക്കുന്ന കഥകളേ ഉള്ളൂ. അതെന്നാ ചേച്ചി? എൻ്റെ മോളുടെ മോൻ വരെ പറയാം, അമ്മമ്മ പാടരുത് കേട്ടാ, വേറെ എന്ത് വേണേലും ചെയ്ത അമ്മ പാട്ട് മാത്രം പാടരുത്. എന്നെ കൊണ്ട് പാട്ട് പാടിച്ച ആളുണ്ട്, ഹരിശ്രീ അശോകൻ. ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കൂളിലൊരു ഫംഗ്ഷന് പോവുകയാണെ. അപ്പോൾ അവിടെ നിന്ന് സ്കൂളിൽ അവിടെയാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് 2 ആർട്ടിസ്റ്റുകളെ വിടണമെന്ന് പറഞ്ഞു. കഷ്ടകാലമോ നല്ല കാലമോ എന്തോ, ഞാനും ഹരിശ്രീയും കൂടെയാണ് അവിടെ പോകുന്നത്. ഞങ്ങൾ ചെന്നു, ഞാൻ നല്ല രീതിയിൽ എന്നിട്ട് ഞങ്ങൾ നിലവിളക്ക് കൊളുത്തിയിരുന്നു. ആദ്യത്തെ പ്രസംഗം എന്നോട് ചെയ്തോളാം, ഞാൻ നല്ല രീതിയിൽ പ്രസംഗിച്ച് എല്ലാവരുടെയും കയ്യടിയൊക്കെ വാങ്ങി അവിടെ വന്നിരിക്കുകയാണ്. നല്ല അന്തസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കി ഹരിശ്രീ അശോകൻ കയറി, അപ്പോൾ ഇരിക്കുന്ന ആരാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ ആരെയാ നോക്കിയേ പറയുന്നത്, ഇവർ നിങ്ങൾ കാണുന്ന വെറും ഒരു ആർട്ടിസ്റ്റ് ആയിട്ടായിരിക്കും, ഒരു അമ്മയായിട്ട്. എന്നാൽ അതല്ല, ഒരു ഗായികയാണ്. അപ്പം ഞാൻ ഞാനോ? അപ്പം ഞാൻ അശോകൻ അന്ന് പാരിജാതം സീരിയൽ ഹിറ്റായി നിൽക്കുന്ന പാരിജാതം സീരിയലിലെ ടൈറ്റിൽ സോങ് പാടിയിരിക്കുന്ന ഇവരാന്ന്. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പാട്ടേ അറിയില്ല. ലാസ്റ്റ് എല്ലാ കുട്ടികളും കൂടെ പാടണം എന്ന് ബഹളമായി. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ അശോകൻ വലിയ ഗമയും അതൊന്നും കാണിക്കരുത്, ഇവരാണ് നമ്മളെ വളർത്തി വലുതാക്കുന്നത്, ഇവരുടെ മുന്നിൽ നമ്മൾ വലിയ ആളാവാൻ പാടില്ല. അതായത് അപ്പം മൊത്തം കുറ്റം. ഉടനെ അതിൻ്റെ അച്ഛന്മാർ കയറി വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി 2 വരി പാടിത്തരണമെന്ന്. ഞാൻ എന്ത് ചെയ്യാൻ, എൻ്റെ അവസ്ഥ നടത്തി അവസാനം ഞാൻ 2 കൽപ്പിച്ച് അശോകനെ നോക്കിയിട്ട് കല്ലാണി അങ്ങനത്തെ ആ പാട്ട് പാടി അവിടെ ഒരു അവസാനിപ്പിച്ചു.